എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ജേർണൽസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു കുട്ടി കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് പെൻസിലിനെ കൊണ്ട് കുറച്ച് ഗേൾ ഇമേജസ് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കാർട്ടൂൺ ടൈപ്പ് ഗേൾ ഇമേജസ് ആണ് വരയ്ക്കുന്നത്. നമുക്ക് പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ പിക്ചേഴ്സൊക്കെ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം പിക്ചേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബ്രൗൺ സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതിനൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ പെൻ വെച്ച് മൊത്തമായിട്ട് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പെൻസിലിൻ്റെ മാർക്കിംഗ് ഒക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കളർ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള പോലെ കളർ ചെയ്തെടുക്കാം.
മൊത്തമായിട്ട് കളർ കൊടുത്തതിന് ശേഷം നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് ക്രയോൺസ് ആണ് എടുക്കുന്നത്. സ്കിൻ കളർ സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്രയോൺസ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇമേജസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സിൻ്റെ ഫോമിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ ഇമേജിനെയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിപ്പം സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പാണ് ഒട്ടിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്താലും മതി. അപ്പോൾ അതേ നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള ഗേൾ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാർക്കറാണ് എടുക്കുന്നത്. യെല്ലോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ട്വിൻ മാർക്കറാണ്. അപ്പോൾ ഇത് രണ്ട് സൈഡിലും നിബുള്ള മാർക്കറാണ്. നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് അറിയില്ല. പക്ഷെ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാണ് മാർക്കർ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മാർക്കറും പിന്നെ ക്യാമലിൻ്റെ ബ്രഷ് പെന്നും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കളർ ചെയ്തെടുക്കുന്നത്. ചീക്സിൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പിങ്ക് ആണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ്. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.